Hi friends, welcome back to Direction e-learning YouTube channel. എൻ്റെ പേര് ആശിഷ് മാത്യു. അപ്പോൾ ഇന്ന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ പ്രോഫിറ്റ് ലോസ് ആൻഡ് ഡിസ്കൗണ്ട് ആ ചാപ്റ്റർ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ പാർട്ട് 4 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി 3 പാർട്സ് ഡയറക്ഷൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിനകത്ത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ബേസിക് അല്ലെ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയങ്ങളുണ്ട് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ പ്രോഫിറ്റ് ഒബ്റ്റെയിൻഡ് ബൈ സെല്ലിംഗ് എ തിങ് ഈസ് ഇൻ for rupees 840 twice the loss occurred after selling the same thing in just 600 അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രോഫിറ്റ് ഈക്വൽ ടു 2 times ഓഫ് ലോസ് അതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, പ്രോഫിറ്റും ലോസും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എസ് പി മൈനസ് സി പി ആണ്. ഓക്കെ, ലോസ് എന്താണ്, സി പി മൈനസ് എസ് പി. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രോഫിറ്റ് ലോസിൻ്റെ ട്വൈസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതുന്നതിന് 2 into 100. ഓക്കെ, ഇവിടെ എത്രയാണ്, ഫസ്റ്റ് കേസിൽ സെല്ലിംഗ് പ്രൈസ് 840 ആണ് മൈനസ് സി പി ഈക്വൽ ഇവിടെ 2 സി പി അല്ലേ, മൈനസ് ഇവിടെ എസ് പി 600 ആണ്. ഇതിൽ 2 times എഴുതുമ്പോൾ എത്രയും 1200. ഈ ഇത് ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എത്രയത് 1200 അല്ലേ. 1200 800 2040 ബൈ 3 ഈക്വൽ ടു സി. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് എത്ര കിട്ടും, കോസ്റ്റ് പ്രൈസ് ഇവിടെ എത്രയാണ് 3680. ഓക്കെ, 18680. അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ് 680 വരുന്നത്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ആ കണ്ടീഷൻ മാത്രം ഒന്ന് എടുത്താൽ മതി, ബാക്കിയെല്ലാം ഈസി ആയിട്ട് അല്ലേ. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കിട്ടും. ഓക്കെ, ഈ ടൈപ്പ് ചോദിക്കാറുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ, ആഫ്റ്റർ സെല്ലിംഗ് 144 ആർട്ടിക്കിൾസ് എ മാൻ ലൂസസ് സെല്ലിംഗ് പ്രൈസ് ഓഫ് 18 ആർട്ടിക്കിൾസ്. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്, സെല്ലിംഗ് പ്രൈസ് അല്ലേ. അപ്പം ലോസ് എത്രയാണ് വരുന്നേക്കുന്നത്, ലോസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇവിടെ സെല്ലിംഗ് പ്രൈസ് ഓഫ് 18 ആർട്ടിക്കിൾസ് എന്ന ലോസ് ആയി. അപ്പം നമുക്ക് ഒരു ആർട്ടിക്കിളുടെ സെല്ലിംഗ് പ്രൈസ് 1 ആണെങ്കിൽ അല്ലേ, ഒരു ആർട്ടിക്കിളിൻ്റെ സെല്ലിംഗ് പ്രൈസ് 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 144 ആർട്ടിക്കിൾസിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും, 144 ആയിരിക്കും അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ അല്ലേ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ലോസ്. ഇവിടെ നമുക്ക് 144 ആർട്ടിക്കിൾസിൻ്റെ സെല്ലിംഗ് പ്രൈസ് 144 തന്നെയാണ് അല്ലേ. ഇവിടെ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്, ലോസ് ആണ് അല്ലേ. 18 ലോസ് എത്രയാണ്, സെല്ലിംഗ് പ്രൈസ് ഓഫ് 18 ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ലോസ് ആകുമ്പോൾ നമുക്കറിയാം ഏതാണ് വലുത്, ലോസ് ആകുമ്പോൾ കോസ്റ്റ് പ്രൈസ് ആണ് വലുത്. ഓക്കെ, അപ്പം ഇവിടെ 18 ആർട്ടിക്കിൾസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ ലോസ് ആവുകയാണെങ്കിൽ നമുക്ക് എത്ര പറയാം, നമ്മുടെ സി പി എത്രയാണെന്ന് പറയാം. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ 18 ആർട്ടിക്കിൾസ് ലോസ് ആയിരിക്കണം അല്ലേ. ഇവർ തമ്മിൽ ആഡ് ചെയ്താൽ മതി, എത്ര വരും, 162. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ന് മനസ്സിലായി, നമ്മുടെ കോസ്റ്റ് പ്രൈസ് ഇവിടെ 162 ആണ്. which you can find the loss percentage. Okay, loss percentage ഫോർമുല എന്തായിരുന്നു, ലോസ് ബൈ സി പി ഇൻറ്റു 100. ഇവിടെ നമ്മുടെ ലോസ് എത്രയാണ്, 18 ആണ് ലോസ്, സി പി 160. ഓക്കെ, ഇൻറ്റു 100. അപ്പോൾ എത്ര വരും, ഇവിടെ 1800 ബൈ 100 അല്ലേ. ഓക്കെ, അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 9.09% ആയിരിക്കും വരുന്നത്. ഈസിയാണ് അല്ലേ. ജസ്റ്റ് നമ്മൾ ആ ബേസിക്സ് അതുപോലെ ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ എളുപ്പം. ഓക്കെ, ഇനി നമുക്ക് സെഷൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. നമുക്ക് നോക്കാം, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, മാൻ സോൾഡ് 2 ആർട്ടിക്കിൾസ് ഫോർ ₹4560. on first he gains 16 by 3%, on the other he loses 25. Okay, find his overall profit and loss. അപ്പം ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് സോൾഡ്. അപ്പോൾ 2 കേസിൽ സെല്ലിംഗ് പ്രൈസ് സെയിം ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇത് എത്രയാണ്, ഫ്രാക്ഷനിൽ 1/6 ആണ്, ഇത് 25% 1/4 ആണ്. അപ്പോൾ നമുക്ക് സി പി എസ് പി തമ്മിൽ റേഷ്യോ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇവിടെ പ്രോഫിറ്റ് ആണല്ലോ. അപ്പോൾ റേഷ്യോ 6:7. ഇവിടെ എത്രയാണ്, ലോസ് ആയതുകൊണ്ട് 4:3. അപ്പോൾ ഇവിടെ കേസ് പറഞ്ഞിട്ടുണ്ട് 2 ആർട്ടിക്കിൾസിൻ്റെ സെല്ലിംഗ് പ്രൈസ് സെയിം ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ റേഷ്യോയിൽ അത് സെയിം ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, 7 ആണ്
21 എൽ സി. ഓക്കെ, അപ്പോൾ ഇവിടെ 3 വെച്ചു, ഇവിടെ 7 വെച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ റേഷ്യോസ് എത്രയാണ്? സി പി എസ് പിയുടെ ഇവിടെ 18, ഇവിടെ 21, ഇവിടെ 28, ഇവിടെ 20. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. ഇവിടെ 42 വരും, ഇവിടെ 6, 46 അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ 46 രൂപയ്ക്ക് മേടിച്ചു, 42-ന് വിറ്റു. ഓക്കെ, ഇപ്പോൾ ലോസ് ആണ് അല്ലേ. അപ്പോൾ ലോസ് 4-ൻ്റെത് ഏതിലാണ്? സി പിയുടെ ബേസിസിലാണ് നമ്മൾ ഇപ്പോൾ ലോസ് പറയുന്നത്. 4/46 × 100. അപ്പോൾ എത്രയായിരിക്കും വരുന്നത്? 2/23, 200/3. അപ്പോൾ ഏകദേശം 9% ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, 9% നഷ്ടമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ വരെ നോക്കാം. ഇവിടെ വരെ ഒന്ന് വെച്ച് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ വേറെ ടൈപ്സ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമ്മുടെ ഡിസ്കൗണ്ടിലോട്ട് നമുക്ക് പോകാനുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ദിസ് ഈസ് ആശിഷ് മാത്യു സൈനിങ് ഓഫ്. താങ്ക് യു.